നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ എൻ്റെ വാടക വീടെന്നുള്ള നമ്മളെ ഈ ഒരു ചാനലും കൂടെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ എല്ലാവരും വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത്. പാത്രങ്ങളെല്ലാം ആദ്യം തന്നെ ഞാനൊന്ന് സോപ്പിട്ട് കഴുകി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സിങ്കൊക്കെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ചായ ഇടാനുള്ള പാത്രം ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് 2 പേർക്ക് ഇനിയിപ്പോൾ രാവിലെ ഒന്ന് പോകണമല്ലോ. അപ്പോൾ അതിന് മുന്നേ തന്നെ കുറച്ച് ജോലി കാര്യങ്ങളൊക്കെ രാവിലത്തെ ഒന്ന് ഒതുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മീനുവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഞാൻ കണ്ടിട്ടുണ്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ. മീനുവിനെ നമ്മൾ നോക്കി ഒരുപാട് സമയം നോക്കി നിൽക്കുക, അതുപോലെ ഞാൻ തിരക്കി പോകും. ഇവിടങ്ങളിൽ പെരയിടങ്ങളിലൊക്കെ ഒരുപാട് നമ്മൾ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നിട്ടില്ല, കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെയാണ് ഞാനും അറിയുന്നത്. അപ്പുറത്ത് താത്ത എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് പിന്നെ മീനു ഇതേ കണക്ക് ഇനിയിപ്പോൾ തിരിച്ച് വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തം തൂവൽ കിടക്കുന്നു, എന്തോ പിടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മീനുവിനെ നമ്മൾ ഒരുപാട് സമയം നോക്കി വരേണ്ട സമയവും കഴിഞ്ഞ്, അതുപോലെ തന്നെ അവൾ പോയി കഴിഞ്ഞാൽ തന്നെ അവൾ തിരിച്ച് വരുന്നതാണ്. കാരണം നമ്മൾ ഇത്രയും കാലം വളർത്തി ഒരു 10-12 വർഷത്തോളം ആയിട്ടുണ്ട്. ഇന്ന് വരെ നമ്മളെ കയ്യിൽ നിന്ന് എങ്ങ് നഷ്ടപ്പെട്ടു പോവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല. അത് മാത്രമല്ല, നമ്മൾ തുറന്നു വിടുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഈ പൂച്ച പിടിക്കാതെയൊക്കെ നമ്മൾ നോക്കി അവളെ കിട്ടിയ സമയം മുതലേ അവളെങ്ങും പോവത്തില്ലായിരുന്നു. മുറ്റത്തൊക്കെ ആണെങ്കിലും മുരിങ്ങ മരത്തിലൊക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവേ എടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അവിടെ എവിടെയും ചെന്നിരുന്നാൽ തന്നെ തിരിച്ച് കയറി വരെ അങ്ങനെയുള്ള എല്ലാ ശീലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ കേൾക്കുന്നതായിരുന്നു. പിന്നെ നല്ല രീതിയിൽ സംസാരിക്കും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അതിൻ്റെ സമയം അടുത്തിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ചിലപ്പോൾ അങ്ങനെ പേടിച്ച് പോയത് വേറൊന്നുമല്ല. തേങ്ങ വെട്ടാനായിട്ട് ആൾ വന്നപ്പോഴത്തേക്ക് ഇവൾ നമ്മൾ അടുക്കളയിലുള്ള ഗ്രില്ലിൻ്റെ മുകളിൽ കയറി ഇരിക്കുമായിരുന്നു. ആ ഇരുന്ന സമയത്ത് ഇങ്ങനെ തേങ്ങ വെട്ട ആൾ വന്നപ്പോൾ സംസാരിക്കുന്ന കേട്ട് പരിചയമില്ലാത്ത സ്വരം കേൾക്കുമ്പോഴത്തേക്കാണല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണം. അങ്ങനെ പെട്ടെന്ന് ഇവളിങ്ങനെ അങ്ങ് പറന്ന് പോയിട്ട് അതേപോലെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നിട്ട് ഇങ്ങ് വീടെത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവൾ പറന്ന് പോകുന്നതിനെക്കാട്ടി നടന്ന് നിൽക്കും. ചിറകൊന്നും നമ്മൾ വെട്ടക്കോ അങ്ങനെ ഒന്നുമില്ല. അപ്പം നടന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നടന്ന് പോകാനും എടുക്കാനൊക്കെ. അപ്പം നടന്ന് പോയപ്പോഴും എന്തോ എനിക്കറിയില്ല, എന്തോ പിടിക്കുകയോ എടുക്കുകയോ എന്തരം കണ്ടൊക്കെ ചെയ്ത് അങ്ങനെ ഇന്നലെ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സമയം നമ്മൾ കാത്തിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും അവൾക്കുള്ള കൂട് കാണുമ്പോൾ രാത്രിയാണെങ്കിൽ അവൾക്ക് തുണിയിട്ട് നല്ലതുപോലെ മൂടി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഐറ്റങ്ങളൊക്കെ കൊണ്ടിട്ട് അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ നമുക്കിനി ഒരിക്കലും നമുക്ക് അതുപോലെ കിട്ടൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മിണ്ടാപ്രാണികളെ സ്നേഹിച്ച് നമ്മൾ വളർത്തിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഏറ്റവും കൂടുതൽ വിഷമം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് അവർ ചിലപ്പോൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തിരിച്ച് നമുക്ക് അങ്ങോട്ടുള്ള ആ ഒരു സ്നേഹം വരുന്നത്. രാവിലെ ഹാപ്പി മോൻ പോയപ്പോഴത്തേക്ക് മോൻ്റെ പിറക്കെ ഇറങ്ങി തന്നിട്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് കയറ്റണം, കഥ കടയ്ക്കണം. മോൻ പോയി, ഇനിയിപ്പോൾ അതിൻ്റെ പിറക്കെ മോക്കും കൂടെ പോകണം. മോൾക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയായിക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള മോള് പോയപ്പോഴത്തേക്ക് രണ്ടാമത്തെ ട്രിപ്പ് മോൻ മുമ്പേ പോയി, അതിൻ്റെ പിറകെ മോളും പോയപ്പോഴത്തേക്ക് കൂടെ ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ അവിടെ നിന്ന് വിളിച്ച് ഇനി പിന്നും കൊണ്ടുവരും എന്നിട്ട് 2 തവണയായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ലാത്തി നിൽക്കുകയാണ്. മുറ്റത്തൊക്കെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. ഇനിയിപ്പോൾ കയറി പോകാനൊക്കെ ഇനിയിപ്പോൾ എനിക്ക് പറയണം. അങ്ങനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കയറിയൊക്കെ വന്ന് പിന്നെ അതുപോലെ തന്നെ ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ ആയിട്ട് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് വരുന്ന കമൻറ്റും കാര്യങ്ങളും കാണുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട് അതിന് റിപ്ലൈ കൊടുക്കണ്ട, നെഗറ്റീവ് മൈൻഡ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വീണ്ടും അതേ വ്യക്തികൾ തന്നെ പിന്നെ ഇങ്ങനെ കമൻറ്റ് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറയുമല്ലോ, നമ്മളെ എങ്ങനെ കുത്തി നോവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് വരുന്നു. അവർക്കെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഇട്ടിരിക്കുന്നത് സ്വാഭാവിക മനുഷ്യർക്ക് എല്ലാവർക്കും വീഡിയോ കാണുമ്പോഴത്തേക്ക് അതിൽ കമൻറ്റ് ഇടാൻ തന്നെയാണ് കമൻറ്റ് ബോക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. ഇല്ലെന്നൊന്നും ഞാനും പറയുന്നില്ല. പക്ഷേ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കാതെ എടുക്കാതെ ഒരിക്കലും നമ്മൾ അവരെ കുത്തുവാക്ക് കൊണ്ട് കുത്തി നോവിക്കാൻ എടുക്കാൻ പോവരുത്. ഈ സമൂഹത്തിൽ എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. ഈ സമൂഹം എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീടോ അല്ലെങ്കിൽ ഒരു റോഡോ ഒരു പഞ്ചായത്തോ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം അവകാശപ്പെട്ടതോ അങ്ങനെയുള്ള ഒന്നുമല്ല. അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, പലരും പല സാഹചര്യത്തിലായിരിക്കും ജീവിക്കുന്നത്. പിന്നെന്തോ മതത്തോട് എനിക്ക് പ്രതിഷേധം ഉണ്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് മതത്തോട് എനിക്ക് പ്രതിഷേധം ഉണ്ടെന്നൊന്നും എങ്ങും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ജാതി മതം ഇത് പറഞ്ഞും കൊണ്ട് വരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ തുടക്കം മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ എത്രയോ ആൾക്കാർക്കുള്ള വീഡിയോ എടുത്ത് കാണുമ്പോഴത്തേക്ക് അവർക്കുള്ളിൽ നമ്മൾ ഇന്ന ആളിൻ്റെ ജാതി മാത്രം നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ അവരെ ചെന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, ഞാൻ തന്നെ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെയും തിരിച്ച് അതുപോലെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ജാതി മതം നോക്കാതെ ഒരാളിൻ്റെ സാഹചര്യം ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ടായിരിക്കും സപ്പോർട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് അവർക്കൊരു ഹെൽപ്പായിട്ടൊക്കെ നിൽക്കുന്നത്.
ഇതിപ്പം ഞാൻ എന്തോ പ്രതിഷേധം കാണിക്കുന്നു, ഇനി തൊട്ട് നിങ്ങൾക്കുള്ള വീഡിയോ കാണൂല, നിങ്ങളെ ഞാൻ അൺസബ് ചെയ്ത് പോകുന്നു, ഇതൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാം, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും നിങ്ങൾ പോകുമെന്ന് പറഞ്ഞു, നിങ്ങൾ പോകുന്നതിൻ്റെ പിറകെ തന്നെ നിങ്ങൾ ഈ ഒരു കമൻറ്റ് കണ്ടും കൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കും, അങ്ങനെ ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ എടുക്കുന്നു, ഞാനത് ഇടുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഇട്ട് പോയാലേ നമ്മളെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഈ പറയുന്ന മതത്തിൽപ്പെട്ടവരോ പിന്നെ നിങ്ങളാരും ഒരു സമയത്ത് ഈ പറഞ്ഞ മതത്തിൽപ്പെട്ടവരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരിൽ നിന്ന് ഉണ്ടായ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനിയും വരരുത്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലാക്കി പിന്നെ ഈ ഒരു യൂട്യൂബ് വഴി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നേരിട്ട് സംസാരിക്കുവാണെങ്കിലും നമ്മൾ ഫോൺ വഴി വാട്സപ്പ് വഴി ഒക്കെ നമ്മളെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെയാണെങ്കിൽ നമുക്ക് 2 ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പേ നമ്മൾ അതായത് ഒരു കുറച്ച് നാൾ മുന്നേ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ, ഇവിടെ വന്നിട്ട് അപ്പുറത്ത് വെച്ചല്ല, ഇവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാത്രങ്ങൾ മേടിക്കാനുള്ള ഹെൽപ്പും കാര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അല്ലാതെയൊക്കെ പിന്നെ പൊന്നമ്മ എന്ന് പറയുന്ന അമ്മ പത്തനംതിട്ടയുള്ളതാണ്. അമ്മയാണെങ്കിലും ഒരുപാട്, എനിക്ക് ആരെയും പേരെടുത്തൊന്നും എനിക്കങ്ങനെ പറയാനായിട്ട് പറ്റില്ല. പിന്നെ ചിലർ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പിന്നെ സപ്പോർട്ടും പിന്നെ സഹായവും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഒരു വീഴ്ച ആർക്കും പറ്റും, ഒരു കയറ്റവും ഒരു ഇറക്കം എല്ലാവർക്കും ഉണ്ടാവും. ഞാനും എൻ്റെ മക്കളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആർക്കും ഒരു ദ്രോഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. യൂട്യൂബ് വഴിയാണെങ്കിലും നമ്മൾ ആരെയും ഒന്നും പറയുന്നില്ല. എൻ്റെ കുട്ടികൾ ഇതിനകത്തില്ല. ഞാൻ എൻ്റെ വീട്ടിലുള്ള ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിടുന്നു. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഉള്ള രീതിയിലെങ്കിലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഇത് മാത്രം മതി. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കാപ്പി ഞാനിപ്പോൾ ദോശ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ 2 പേരും പോയി കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഒരു മരുന്നാണ്, അത് വെള്ളമിട്ട് കുടിക്കാൻ വേണ്ടി തന്നതായിരുന്നു. അപ്പോൾ അത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ടത് വേറൊന്നും കൊണ്ടല്ല, കറി ഞാൻ വെച്ചില്ലായിരുന്നു. മക്കൾ 2 പേരും പോയപ്പോൾ പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കറി വെക്കേണ്ട, പിന്നെ ഇച്ചിരി ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തെന്തിനാണ് എനിക്കായിട്ട് മാത്രം വെക്കണം എന്ന് വിചാരിച്ചും കൊണ്ട് പിന്നെ ഞാനത് എടുത്തിട്ടില്ലായിരുന്നു. പപ്പി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പച്ചക്കറി മേടിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് വെട്ട് കഷ്ണത്തിനകത്ത് ഇതുണ്ടായിരുന്നു, പടവലം. കടുക് തീർന്ന് കഴിഞ്ഞ ദിവസം കടയിൽ പോയിട്ട് മേടിക്കാൻ പറ്റിയിട്ടില്ല. കടുകിന് പകരം ഞാൻ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷമാണ് കടുകിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നിപ്പോൾ പടവലും ചെറിയുള്ളിയും കൂടെ തീയൽ വെക്കുന്നുണ്ട്. പക്ഷേ ഞാനത് വറുത്തരച്ചല്ല തീയൽ വെക്കുന്നത്, അല്ലാതെ നോർമലായിട്ടാണ് വെക്കുന്നത്. വറ്റൽമുളക് ഇട്ട് കറിവേപ്പില, നേരത്തേക്കാണെങ്കിൽ കറിവേപ്പില ഇഷ്ടം പോലെ ഇടുമായിരുന്നു. ആദ്യം നമ്മളെ വീഡിയോയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ കറിവേപ്പില ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണക്കമായതുകൊണ്ട് കറിവേപ്പില ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ പടവലം, ചെറിയ ഉള്ളി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 2 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഉലുവ മൂത്ത് വന്നതിന് ശേഷം അതും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുനീരും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം മസാല ഇട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ച ചവർപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ പുളിവെള്ളം, ഒരു ലേശം പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇതുപോലെ നമ്മൾ വറുത്തരച്ച്, ഇതിങ്ങനെയല്ല വറുത്തരച്ച് തീയൽ വെച്ചിട്ട് നമ്മളിങ്ങനെ പടവലം കറി വെച്ച് ചമ്മന്തി, അന്നത്തെ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരുപാട് നാടൻ രീതിയിലുള്ള നമ്മൾ കറികളൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവർ പൈസ തന്നിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. എങ്കിലും നമ്മളെ വീട്ടിൽ വെച്ചിട്ട് നാടൻ രീതിയിൽ ഭക്ഷണം വെച്ച് കൊടുക്കുമ്പം അതൊക്കെ ഒരു സന്തോഷമാണല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം നമ്മളെ വീട്ടു ജോലി, വീട്ടിലുള്ള കുക്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഉപ്പ്, പുളി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം, ചെറിയൊരു പടവലം വരുന്നു. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ മോള് വരുമ്പോഴും പിന്നെ വൈകിട്ട് കുറച്ച് അതിൻ്റെ ആവശ്യമുള്ളേ. അരിയെടുപ്പ് ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരുപാട് താമസിച്ചൊക്കെയാണ്, പതുക്കെയാണ് ചെയ്യുന്നത്. പിന്നെ പയ്യെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. മഴക്കോളുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഇന്നലത്തെ ചോറ് ഞാൻ കുറച്ച് മാറ്റി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മോള് പോയപ്പോഴത്തേക്ക് ഇന്നിപ്പോൾ ചോറ് കൊണ്ട് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് പിന്നെ പഴങ്കഞ്ഞി കുടിക്കും പോലെ എടുക്കാം, അല്ലെങ്കിൽ ഇത് ഊറ്റിയിട്ട് പിന്നെ അതിനകത്ത് കറി ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇപ്പം പഴങ്കഞ്ഞിയായിട്ടല്ല ഞാൻ പിന്നെ ഈ ഒരു പാത്രത്തിലോട്ട് വെള്ളം എടുക്കണ്ടെന്ന് വിചാരിച്ചു. മറ്റേ മരുന്നും വെള്ളവും അങ്ങനെ കുടിക്കുന്നതിനെ കൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് തീയലും കൂടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ ഉപ്പിലിട്ട് മാങ്ങ വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊന്ന് ഒരു മാങ്ങയും കൂടെ എടുത്ത് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിക്കണം. പിന്നെ ചോറ് അടുപ്പിൽ കിടക്കണം, അത് ഞാൻ വാർത്ത് വെള്ളം മാറ്റിയിട്ടില്ല, ലേശം കൂടെ വേവാണ്ട്. ഇതിനിടയ്ക്ക് മഴ ഒന്ന് പൊടിഞ്ഞ്
പൊടിഞ്ഞ് ഇനിയിപ്പോൾ മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. 2-3 ദിവസം കൊണ്ട് കോളും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ വിറകെല്ലാം മൂടിയൊക്കെ വെച്ച് അയ്യത്ത് ശരിക്ക് വിറകും ഓലയും മടലൊക്കെ കിടക്കുന്ന ഒരുപാട് വെട്ടിയെടുക്കാൻ പറ്റാത്തതിനെ കൊണ്ട് അങ്ങനെ ഇട്ടേക്കുവാണ്. ഇനിയിപ്പോൾ അതെല്ലാം പറക്കിയെടുക്കണം. ഇന്നിപ്പോൾ എന്തായാലും മഴ നനയും നല്ല ഉറപ്പുണ്ടെന്ന് വെച്ചാൽ എനിക്ക് പോയി പറക്കാനായിട്ട് ഒറ്റയ്ക്ക് പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും എടുക്കണം. നല്ല കോളുണ്ട്, ചെറുതായിട്ടൊക്കെ പൊടിയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനും അങ്ങ് കയറി പോകുന്നുണ്ട്. ഞാനിങ്ങ് കയറി വന്ന് ഇച്ചിരി കഴിഞ്ഞ് മഴ പെയ്തപ്പോഴത്തേക്കും നമ്മൾ ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല രസമാണ്. മഴ പെയ്തപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ വന്നിരുന്നിട്ട് മഴ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു. നമ്മളാണ് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷേ അവർക്കും ഉണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ പോയി അവൾക്കുള്ള പാവക്കുട്ടി പോയി എടുത്തും കൊണ്ടുവന്ന്. ഈ ഒരു പാവക്കുട്ടി വെച്ച് എവിടെ കിടക്കുവാണെങ്കിലും പോയി എടുത്തുകൊണ്ട് വരും. ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കളിയാണ് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ വന്ന് നോക്കിയിട്ട് മഴ കുറച്ച് സമയത്ത് വെളിയിൽ ഇറങ്ങുന്നുണ്ടായില്ലേ. വെളിയിൽ ഇറങ്ങുന്നൊന്നുമില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഡെയിലി ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ ഹാപ്പി ഞാനുമായിട്ട്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.